ഇസ്രയേൽ പാലസ്തീനിലെ ഗാസയിലെ റഫേൽ നടത്തുന്ന ആക്രമണങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന് അന്തർദേശീയ നീതിന്യായ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്ത് ഉണ്ടാകുന്ന അന്തർദേശീയ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് രണ്ട് സംവിധാനങ്ങളാണ് നിലവിലുള്ളത്. ഒന്ന്, അന്തർദേശീയ നീതിന്യായ കോടതി, ഹേഗ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു, നെതർലാൻഡ്സിലെ. മറ്റൊന്ന് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടാണ്. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അന്തർദേശീയ കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി അവ തടയുന്നതിനു വേണ്ടിയും അവ പരിഹരിക്കുന്നതിനു വേണ്ടിയും രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും സമവായം കൊണ്ടുവരുന്നതിനും സമാധാനം സൃഷ്ടിക്കുന്നതിനും നീതി നടപ്പിലാക്കുന്നതിനും വേണ്ടിയുള്ള സംഘടനയാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അഥവാ അന്തർദേശീയ നീതിന്യായ കോടതി. കഴിഞ്ഞ ദിവസം 15 ജഡ്ജിമാരടങ്ങുന്ന പാനലാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അന്തർദേശീയ നീതിന്യായ കോടതിയിൽ പ്രധാനമായും 15 ജഡ്ജിമാരാണ് വരുന്നത്. അത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിലെയും സെക്യൂരിറ്റി കൗൺസിലിലെയും അംഗങ്ങൾ ചേർന്നാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ലോക സമാധാനത്തിന് വിരുദ്ധമായി ഉണ്ടാകുന്ന കാര്യങ്ങളെ ഇല്ലാതാക്കുവാൻ നടത്തുന്ന ജഡ്ജ്മെന്റ് അത് പരിശോധിച്ച് വേണ്ട നീതിന്യായ, ഇപ്പം നമ്മുടെ നാട്ടിൽ നീതിന്യായ കോടതികൾ പ്രവർത്തിക്കുന്നത് പോലെ അന്തർദേശീയ രംഗത്ത് രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി രൂപം കൊടുത്തിട്ടുള്ള, അവയിൽ അന്തിമ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അന്തിമ വിധി പ്രസ്താവിക്കുന്നതിന് വേണ്ടിയുള്ള കോടതിയാണ് അന്തർദേശീയ നീതിന്യായ കോടതി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്നത് ഒരു പ്രധാന കാര്യത്തിന് വേണ്ടിയാണ്. റഫ എന്ന് പറഞ്ഞാൽ അതൊരു അതിർത്തി പ്രദേശം കൂടിയാണ്. പ്രത്യേകിച്ച് പലസ്തീനിലേക്ക് ഭക്ഷണവും മരുന്നും ഒക്കെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ താൽക്കാലിക വെടിനിർത്തൽ തീർച്ചയായിട്ടും അവിടെ അതിർത്തി തുറന്നു കൊടുക്കണം, റഫ എന്ന് പറയുന്ന അതിർത്തി തുറന്നു കൊടുക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നത്. അവിടെ അന്തർദേശീയ തരത്തിൽ മോണിറ്ററിംഗ് ആകാം, വേണമെങ്കിൽ നിരീക്ഷണമാകാം എന്നൊക്കെ കോടതി പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ രസകരമായൊരു കാര്യം, ഇതിനു മുൻപും ധാരാളം സന്ദർഭങ്ങളിൽ അന്തർദേശീയ നീതിന്യായ കോടതിയുടെ വിധിന്യായങ്ങൾ വന്നിട്ടുണ്ട്. വിധി വന്ന ഉടനെ തന്നെ ഇസ്രയേൽ പ്രതികരിച്ചത് ഈ വിധി തങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ്. കാരണം ഈ വിധിക്ക് പുല്ലുവില മാത്രമേ ഇസ്രായേൽ കൽപ്പിക്കുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇത് കഴിഞ്ഞ ജനുവരിയിലും മാർച്ചിലും ഒക്കെ അന്തർദേശീയ നീതിന്യായ കോടതി ഇസ്രായേലിനെതിരെ തീർച്ചയായിട്ടും ഇത് നിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുൻപ് തന്നെ ചില സൂചനകൾ നൽകുകയും വിധി പ്രസ്താവനകൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പലസ്തീനിലുള്ള ആക്രമണം നിർത്തണമെന്ന് മാർച്ചിൽ ആവശ്യപ്പെട്ടതാണ്. പക്ഷെ അതിനുശേഷം 90,000 പലസ്തീൻകാർക്കാണ് കിടപ്പാടം നഷ്ടപ്പെട്ടത് എന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് അന്തർദേശീയ നീതിന്യായ കോടതി ഇത്തരം വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ അത് ആരാണ് നടപ്പിലാക്കേണ്ടത് എന്നുള്ളൊരു വിഷയമുണ്ട്. പല സംവിധാനങ്ങളും ഉണ്ടെങ്കിലും ശരിക്കും ഈ അന്തർദേശീയ നിയമങ്ങളും അന്തർദേശീയ കോടതികളും ഒക്കെ പരസ്പര ബഹുമാനത്തോടെ അംഗീകരിച്ച് നടപ്പിലാക്കുക എന്നത് രാജ്യങ്ങളുടെ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം മാത്രമാണ്. അതിന് അങ്ങനെ പറയാനുള്ള കാരണം, ചില വിമർശകരെങ്കിലും അന്തർദേശീയ നിയമങ്ങൾ എന്നൊന്നും ഇല്ല എന്ന് തന്നെ പലപ്പോഴും പറയാറുണ്ട്. കാരണം ഇത് ധർമ്മത്തിൽ അധിഷ്ഠിതമാണ്. ഒരു രാജ്യത്തോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ അത് ലംഘിക്കരുത് എന്ന് പറഞ്ഞാൽ, ധാർമ്മികമായി ആ രാജ്യം, ഉദാഹരണത്തിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കം പരിഹരിക്കാനായി ജമ്മു കാശ്മീർ പാകിസ്ഥാന് വിട്ടു നൽകണം എന്നാവശ്യപ്പെട്ട അന്തർദേശീയ നീതിന്യായ കോടതി ആവശ്യപ്പെട്ടാൽ ഇന്ത്യ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ കോടതികൾ, അന്തർദേശീയ രംഗത്ത് കോടതികളെക്കാൾ പരമാധികാരികളാണ് രാഷ്ട്രങ്ങൾ എന്നുള്ള കാര്യം മറന്നുപോകരുത്. ഇവിടെ ഇസ്രായേൽ പറഞ്ഞത് ഈ ഹമാസിന്റെ നിലപാടിനെ, ഹമാസ് ആക്രമണം നടത്തിയപ്പോൾ ഹമാസിന്റെ നിലപാടിനെ അംഗീകരിക്കുന്ന വിധിയാണ് ഇപ്പോൾ അന്തർദേശീയ നീതിന്യായ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തങ്ങൾക്കൊരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ദക്ഷിണാഫ്രിക്കയാണ് ഇപ്പോൾ ദക്ഷിണാഫ്രിക്ക പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ഇവിടെ കൂട്ടക്കുരുതി നൽകുന്നു, വംശഹത്യ നടത്തുന്നു. അതുകൊണ്ട് അടിയന്തരമായി അന്തർദേശീയ നീതിന്യായ കോടതി ഇടപെട്ട് സമാധാനം കൊണ്ടുവരണം എന്ന അർത്ഥത്തിൽ അവിടെ ഹർജി ഫയൽ ചെയ്തതിനെ തുടർന്നാണ് അടിയന്തരമായി ഇടക്കാല ഉത്തരവ് ഇപ്പോൾ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. മാത്രമല്ല മറ്റു ചില കേസുകളും ഇസ്രായേലിനെതിരെ നിലവിലുണ്ട്. പാലസ്തീനെതിരെയുള്ള ആക്രമണം, അവിടെ നടത്തുന്ന കൂട്ടക്കുരുതികൾ, അതൊക്കെ അവസാനിപ്പിക്കണം. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള നെതന്യാഹുവിനെയും അവിടുത്തെ പ്രതിരോധ മന്ത്രിയെയും അതുപോലെ തന്നെ ഹമാസിന്റെ തലവനെയും ഒക്കെ
അറസ്റ്റ് ചെയ്ത് ജയിലിലിടണം. ICJ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അന്തർദേശീയ നീതിന്യായ കോടതി ഇടപെട്ട് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹർജിയും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് ഇങ്ങനൊരു വിധി വന്നത് എന്ന് നമ്മൾ മറന്നുകൂടാ. അപ്പൊ അന്തർദേശീയ നീതിന്യായ കോടതി തിടുക്കപ്പെട്ട് ഇത്തരത്തിലുള്ള, അതായത് നടപ്പിലാക്കാൻ കഴിയാത്ത, പ്രത്യേകിച്ച് ഇസ്രായേലിനോട് അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ഒരു കാരണവശാലും ഇപ്പോൾ അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. മാത്രമല്ല, ഇന്നലെ മുതൽ ഇസ്രായേൽ ഗാസയിലും പലസ്തീനിലും നടത്തുന്ന ആക്രമണങ്ങൾ അതിന്റെ ശക്തി കൂട്ടുകയാണ് ചെയ്തത്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. എന്തു വില കൊടുത്തും ഇസ്രായേലി പൗരന്മാരുടെ ചോരയ്ക്ക് മറുപടി നൽകാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയതാണ് ഇസ്രായേൽ. അമേരിക്ക പോലും ശക്തമായി ഇസ്രായേലിനെതിരെ നിന്നിട്ടും ഇപ്പോൾ അമേരിക്ക ശക്തമായി ഇസ്രായേലിനോട് പറയുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കണം എന്ന്. അതിനെയൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഹമാസിന്റെ ഇവിടെ വിധി വന്ന ഉടൻ ഈ ബോംബിംഗ് ശക്തമാക്കിയപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേൽ അതിലൂടെ വ്യക്തമാക്കുന്നത് അന്തർദേശീയ നീതിന്യായ കോടതിയുടെ ഈ തീരുമാനത്തെ തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ്. എന്നാൽ ഈ വിധിയിലൂടെ മറ്റൊരു കാര്യം സാധ്യമാണ്. ഈ വിധി ഈ അന്തർദേശീയ നീതിന്യായ കോടതിക്ക് തന്നെ അറിയാം, ഇങ്ങനെ ഒരു വിധി പ്രസ്താവം കൊണ്ടുവന്നാൽ ആരും ഇസ്രായേൽ അംഗീകരിക്കാൻ യാതൊരു വിധമായ സാധ്യതയും ഇല്ല എന്ന് അവർക്ക് തന്നെ അറിയാം. എങ്കിലും അന്തർദേശീയ രംഗത്ത് ഈ കോടതി വിധി ഒരു മാനദണ്ഡമായി കണ്ടുകൊണ്ട് പല രാജ്യങ്ങളും ഒരുപക്ഷെ ഇസ്രായേലിനെതിരെയുള്ള സമ്മർദ്ദം കടുപ്പിക്കുവാനുള്ള സാധ്യതയുണ്ട്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെയുള്ള സമ്മർദ്ദം കടുപ്പിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയാണ്. മാത്രമല്ല, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് ഇസ്രായേലിൽ തന്നെ, അതായത് ഈ ആക്രമണം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ ഇസ്രായേലിൽ തന്നെയുള്ള ജനത ഇപ്പോൾ പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇസ്രായേൽ ശ്രമിക്കുന്നത് എത്രയും പെട്ടെന്ന് ഗസയിലും അതുപോലെ തന്നെ ഹമാസിനും പലസ്തീനും ഒക്കെ തിരിച്ചടി കൊടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ശക്തമായ തരത്തിലുള്ള ആക്രമണത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നതായിട്ടാണ് സൂചന. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത്തരത്തിലുള്ള കോടതി വിധിന്യായങ്ങൾ വരുമ്പോൾ ഇപ്പോഴും ഇപ്പം ശീതസമര കാലഘട്ടത്തിലും അതിനുശേഷം ഈ അന്തർദേശീയ നീതിന്യായ കോടതി എന്ന് പറയുന്നത് നേരത്തെ ഒരു പെർമനന്റ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ മറ്റൊരു രൂപമായിട്ടാണ് ICJ 1919 വന്ന ലീഗ് ഓഫ് നേഷന് ശേഷം അതിന്റെ കൂടെ തന്നെ രൂപീകരിക്കപ്പെട്ടു. പിന്നെ 1945 മറ്റൊരു രൂപത്തിലേക്ക് മാറി. ഇന്ന് കാണുന്ന തരത്തിലുള്ള ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അന്തർദേശീയ നീതിന്യായ കോടതി നിലനിൽക്കുമ്പോൾ നമുക്കറിയാം ശീതസമര കാലഘട്ടത്തിന് തന്നെ അമേരിക്കക്കെതിരെയും റഷ്യക്കെതിരെയും പലതരത്തിലുള്ള, പ്രത്യേകിച്ച് അന്നത്തെ സോവിയറ്റ് യൂണിയനെതിരെയും പലതരത്തിലുള്ള വിധികൾ അന്തർദേശീയ നീതിന്യായ കോടതികളിൽ വന്നിട്ടുണ്ട്. വലിയ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ പാലിക്കുക എന്ന് പറയുന്നത്, അന്തർദേശീയ നീതിന്യായ കോടതിയുടെ വിധികൾ പാലിക്കുക എന്ന് പറയുന്നത് അതൊരു ധാർമ്മികമായ ഉത്തരവാദിത്തം മാത്രമായിട്ട് മാറുകയാണ്. കാരണം അവരെ അനുസരിപ്പിക്കുവാൻ അങ്ങനെ ശ്രമിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇപ്പോൾ നടത്തുന്ന അന്തർദേശീയ നീതിന്യായ കോടതിയുടെ വിധിക്ക് ഒരു സമ്മർദ്ദം, ഇസ്രായേലിന് മുകളിൽ ഒരു സമ്മർദ്ദം കൊണ്ടുവരിക എന്നതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ അതിന് പുല്ലു വില കൽപ്പിച്ചുകൊണ്ട് മുന്നേറുന്നത്. തങ്ങളുടെ പൗരന്മാർക്ക് ഏറ്റ കനത്ത നഷ്ടത്തിന്, പ്രത്യേകിച്ച് ഹമാസ് നൽകിയ തിരിച്ചടിക്ക് എന്ത് വില കൊടുത്തും അതിനെ പരിപൂർണമായി ഇല്ലാതാക്കുക, പാലസ്തീന്റെ പ്രദേശത്തെ ചുരുക്കിക്കൊണ്ടുവരിക, അവിടെയുള്ള ജനതയെ ഒരു മൂലയ്ക്കേക്ക് ഒതുക്കുക, ഇങ്ങനെ പലതരത്തിലുള്ള അജണ്ടകളാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, ഒരർത്ഥത്തിൽ പറഞ്ഞ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഏത് തരത്തിലായിരിക്കും ഇനി മറ്റ് രാജ്യങ്ങൾ ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും അന്തർദേശീയ രംഗത്ത് അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ കൂടുതൽ ഇസ്രായേലിനെതിരെ ഈ സമ്മർദ്ദം കൊണ്ടുവരാനുള്ള സാധ്യത ഏറുകയാണ്. കാരണം ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്നത് ഒരു മാനുഷികപരമായ ഒരു കാര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ്. പ്രത്യേകിച്ച് അവിടെ ദുരിതം അനുഭവിക്കുന്ന ജനതയ്ക്ക് വെള്ളവും മരുന്നും ഭക്ഷണവും ഒക്കെ എത്തിക്കുന്നതിന് വേണ്ടി റഫേൽ വെടിനിർത്തലുണ്ടാക്കി അവിടെ ആ അതിർത്തി തുറന്നുകൊടുത്ത് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അന്തർദേശീയ നീതിന്യായ കോടതി ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അതൊന്നും സാധ്യമല്ല എന്ന് വരുമ്പോൾ, അതൊന്നും ഇസ്രായേൽ അംഗീകരിക്കില്ല എന്ന് വരുമ്പോൾ കൂടുതൽ ഒരു സമ്മർദ്ദം ഇസ്രായേലിന് മുകളിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതേസമയം തന്നെ എന്തു വില കൊടുത്തും എത്രയും പെട്ടെന്ന് ആക്രമണം പൂർത്തിയാക്കി അവരുടെ ലക്ഷ്യം നിറവേറ്റുക എന്നുള്ളതാണ് ഇസ്രായേൽ അവലംബിച്ചിരിക്കുന്ന ഒരു രീതി എന്നുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം അവിടെ ശക്തമായ ബോംബിംഗ് നടത്തുകയുണ്ടായി. അതിന്റെ ഈ വിധി വരുന്ന പശ്ചാത്തലത്തിൽ, വിധി വന്നപ്പോൾ ആ വിധി അനുസരിക്കുന്നതിന് പകരം
കൂടുതൽ ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾ മാത്രമല്ല, ഇസ്രായേൽ തുറന്നു പറഞ്ഞു കഴിഞ്ഞു ഈ വിധി തങ്ങൾ അംഗീകരിക്കില്ല എന്നും ഹമാസിനെ അനുകൂലിക്കുന്ന ഒരു വിധിയാണിതെന്നും ഹമാസ് തങ്ങളെ ആക്രമിച്ച ആ രീതിയെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് ഈ വിധിയിലൂടെ വ്യക്തമാകുന്നത് എന്നും അതുകൊണ്ട് തങ്ങൾക്ക് അംഗീകരിക്കാനാകില്ല എന്നുള്ളതുമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്തർദേശീയ രംഗത്തെ നീതിന്യായ കോടതിയുടെ വിധി പ്രസ്താവം രാജ്യങ്ങളുടെ അതനുസരിക്കണോ വേണ്ടയോ എന്ന് മര്യാദയോടെ രാജ്യങ്ങൾ ധാർമ്മികതയോടെയാണ് ചെയ്യേണ്ടുന്നത്. അതിനെ അനുസരിപ്പിക്കുക എന്നുള്ളതല്ല. രാജ്യങ്ങൾ അന്തർദേശീയ രംഗത്തെ ധാരണയനുസരിച്ച് അത് ധർമ്മമായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതുകൊണ്ട് അവർ ഒരു കാരണവശാലും ഈ വിധി അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ രൂക്ഷമായി ഇസ്രായേൽ ഇടപെടാനുള്ള സാധ്യതയാണ്. എന്തായാലും വളരെ വലിയ സമ്മർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ, ഒരുപക്ഷെ കൂടുതൽ വളർന്നു വരുന്ന സമ്മർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ തങ്ങളുടെ ലക്ഷ്യം എത്രയും പെട്ടെന്ന് പലസ്തീനിൽ പൂർത്തീകരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടുന്നത്.